ഇസ്രായേലിൽ കനത്ത നാശം വിതച്ച വീണ്ടും ഇറാൻ ആക്രമണം. ഹൈഫയിലും ടെലവീവിലും മിസൈലുകൾ പതിച്ചു. അതേസമയം ടെഹ്റാന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ആക്രമണം ഇസ്രായേലും നടത്തിയിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷം 9ാം ദിവസത്തിലേക്ക് കടക്കവേ ഇരു രാജ്യങ്ങളും ആക്രമണം കടുപ്പിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ കൊടുത്തിയ സംഘർഷത്തിന് മറുപടിയായി ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാൻ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. തലസ്ഥാന നഗരമായ ടെലവീവിൽ ഉൾപ്പെടെ 5ഓളം സ്ഥലങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചു. ടെലവീവ്, രാമത് ഗാൻ, ഹൂളൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കനത്ത നാശനഷ്ടമുണ്ടായത്. ഇസ്രായേലിലെ പലയിടങ്ങളിലും അപായ സൈറൺ മുഴങ്ങി. അതിനിടെ ഇറാന്റെ ആണവ പദ്ധതികൾ സമാധാനപരമായാണെന്നും ഇസ്രായേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ചയ്ക്കില്ലെന്നും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കി. അതിനിടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ഇസ്രായേലിന് മുന്നറിയിപ്പുമായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ നതാൻസ് ആണവ കേന്ദ്രത്തിനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ആണവരാസ മലിനീകരണത്തിന് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണ പദ്ധതി കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചിരുന്നു. USS നിമിറ്റസ് വിമാനവാഹിനി സംഘർഷ മേഖലയിലേക്ക് നീങ്ങുകയാണ്. USS കാൾ വിൻസൺ യുദ്ധക്കപ്പൽ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. F-22, F-35 യുദ്ധവിമാനങ്ങളും സജ്ജമാണ്. അമേരിക്കയുടെ പിന്തുണ തേടുന്നത് ഇസ്രായേലിന്റെ ബലഹീനതയും ഭീരുത്വവുമാണ് വെളിവാക്കുന്നതെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.